എന്തൊരു പോക്കൊരു പോയേ. ഞാനും പോവാട്ടാ. കൊറേ നാളായി സിഗപ്പ് കുടിച്ചിട്ട്. 2 സിഗപ്പ് മേടിക്കാനായിട്ട് 20 രൂപ ഞാൻ കണ്ടത്. ആരും കാണില്ലല്ലോ. ഓക്കെ ബൈ. കണ്ണായി 20 രൂപ. ദൈവകൽപ്പനകൾ 10 പറയടാ. അയ്യോ നിർമ്മല മോഷ്ടിക്കരുത്, 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 പിന്നെ മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്. കള്ളസാക്ഷ്യം പറയരുത്. കള്ളസാക്ഷ്യം പറയരുത്. അതായത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ കള്ളസാക്ഷ്യം പറയരുത്. നിന്നെ പുറത്താക്കിയാണ് ഒറ്റയ്ക്കുള്ളോ? മുടി അധികാരിയാക്കണ്ട. പിന്നെ ഇപ്പൊ കൊറേ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇറങ്ങണ കാലല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ പേര് ജോസഫ് തന്നെയല്ലേ? ബെസ്റ്റ്. ജോസഫേ, ഞാൻ വന്നത് ഒരു കാര്യം സാധിക്കാനാന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായേ? അല്ല, സാധാരണ ഒരാളുടെ മുമ്പില് എന്തിനാ? അല്ല, സിനിമകളൊന്നും കാണാറില്ല. നേരം കിട്ടണ്ട. സിനിമ കാണാൻ പോയിട്ടൊന്നും അനങ്ങാൻ പോലും നേരില്ല. കണ്ടില്ലേ, പണിയെടുക്കാണ്ട് വയറും ചാടി തലയിലത്തെ മുടിയും പോയി. അത് പോട്ടെ, നീ കാര്യം പറ. അല്ല, സാധാരണ ഒരാളുടെ കൊടുക്കും. എന്ത് കൊടുക്കാൻ? സ്വർണങ്ങള്, വരങ്ങള്, സന്തോഷങ്ങള്, ചിപ്പൊക്കെ. അല്ല, ഇപ്പൊ എന്താ തരാൻ പോണത്? ഇത് സമയെടുക്കും. ഞാൻ നിനക്കിപ്പോ എന്ത് തരാനടാ? ഞാനൊരു പാവം മരപ്പണിക്കാരനല്ലേ. എടാ ജോസഫേ, നീ എനിക്കൊരു കാര്യം തരണം. ഓ തർക്കുത്തരം. ഞാനൊരു കാര്യം പറയാം. ഇന്ന് രാവിലെ നീ എടുത്ത് 20 രൂപ ഉണ്ടല്ലോ, അതെനിക്ക് തരണം. നീതിമാന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കൂട്ടാ. എടാ ജോസഫേ, ആ കാശിനൊക്കെ ആവശ്യക്കാരുണ്ട്. എന്റെ ദൈവമേ, ഇവന് എളുപ്പല്ലാട്ടാ. എടാ നീ അങ്ങനെ പറയല്ലേട്ടാ. എടാ നിനക്ക് ഉണ്ണാനെടുക്കാനുള്ളതൊക്കെ നിന്റെ അപ്പനമ്മയും തരുന്നില്ലേ? ഞാൻ അങ്ങനെ തന്നെയാന്ന് മാതാവിനും ഉണ്ണീശോനെയൊക്കെ നോക്കണേ. എടാ ജോസഫേ, മറ്റുള്ളവരുടെ പോലെ എനിക്ക് വലിയ ശക്തികളൊന്നും ഇല്ലടാ. പിന്നെ സ്നേഹം കൊണ്ട് ഞാൻ ചില മായാജാലങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെയല്ലേ നീതിമാനാവുക. നിനക്ക് ഇപ്പോഴങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? വാ നടക്ക്.
ജോസഫേ, നീ പട്ടിണി കിടന്നില്ല? ഇല്ല. പട്ടിണി കിടക്കാൻ നിന്റെ അപ്പനമ്മി സമ്മതിക്കില്ല. ഇനി പട്ടിണി കിടക്കണവരെ കണ്ടിട്ടുണ്ടാ? വാ കാണിച്ചു തരാം. ഇന്ന് രാവിലെ ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു. പാവപ്പെട്ട മനുഷ്യന്. ആളെ കണ്ടാ തന്നെ അറിയാടാ, കുറെ നാളായിട്ട് ഭക്ഷണം കഴിക്കാത്ത പോലെ. നമുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. നിനക്ക് ആ മനുഷ്യനെ കാണണം. അതെ, ആ കിടക്കണ മനുഷ്യൻ. ആ മനുഷ്യന് വേണ്ടി മാറ്റി വെച്ചതാണ് ഈ 20 രൂപ. എല്ലാവരും എൻ്റെ മുമ്പിൽ വന്ന് കാണിക്കിടും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാശ് ഞാൻ മാറ്റി വയ്ക്കും. അത് ഇതുപോലുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി മാറ്റി വെച്ച കാശാണ് നീ എടുത്ത 20 രൂപ. ചിലപ്പോഴൊക്കെ മനുഷ്യന്മാരങ്ങനെയാടാ, കയ്യിൽ കുറേ കാശുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് വരും, പ്രാർത്ഥിക്കും, നേർച്ചയിടും. പക്ഷേ തൊട്ടടുത്ത് വേദനിച്ച് കിടക്കുന്നവനെ അവർ കാണില്ല. നീയും ആ മനുഷ്യനെ കണ്ടില്ല അല്ലേ? കണ്ടില്ലോ. സാരല്ലടാ, അതൊന്നും കുഴപ്പമില്ല. നോക്കിയേ, സാത്താൻ ചിലപ്പോൾ അങ്ങനെയാ, നമ്മുടെ ഒക്കെ കണ്ണ് കെട്ടിക്കളയും. അങ്ങനെ കണ്ണ് കെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വേദനിച്ച് കിടക്കുന്നവനെ കാണാനായിട്ട് നമുക്ക് പറ്റില്ല. ഇന്ന് നിനക്ക് പറ്റിയത് അത് തന്നെയാണ്. നീ പോയിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് ആ 20 രൂപ വെച്ച് കൊടുക്കും. ഇന്ന് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനുള്ള കാശാ. ചെല്ല്. മിടുക്കൻ, ഇപ്പൊ നീ ഒറിജിനൽ ജോസഫ് ആയില്ലോടാ. ഇതുപോലെ കുറെ പേരെ ഔസേപിതാവ് ഒറിജിനൽ ജോസഫുമാരാക്കാറുണ്ട്. അതേ, നാളെ കുമ്പസാരല്ലേ, നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയോളോട്ടാ. ചെല്ല്. എന്താ ചെയ്യ?